നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാടിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടി പോയി. ബിനീഷിന്റെ പെണ്ണില്ലേ, അവള് കൽപ്പണിക്കാരിയായിരുന്നു. അവളവനെ തേച്ചിട്ട് പോയിന്ന്. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. അയ്യോ, നീ അവന്റെ കൂടെ തന്നെ വേണോട്ടോ, അല്ലെങ്കിൽ ആ ചെറുക്കമ്മല കടുങ്ങയും കാണിക്കും. പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ പെമ്പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും, എന്നിട്ട് അവരൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോ അവരുടെ പുറകെ പോക്കോളും. അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ള ഒരു കൊച്ചായിരുന്നു. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. നമ്മൾ കണ്ടതാണ് വിവാഹം അടക്കം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. മനുഷ്യന് നാണം കെടുത്താൻ വന്നോളും ശവങ്ങള്. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ, അടുത്ത ആഴ്ച ഒറ്റപ്പാലത്ത് പോയി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നൊക്കെ. അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. നിങ്ങൾ ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ, അതും വെറും ഒരു കച്ചറ ഒരുത്തൻ. അവന് സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകക്ഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത്. ഉള്ള ചാരിത്രം കൊണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന കുറെ മൈരന്മാരുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ മാനം കാക്കാൻ വേണ്ടി മോനെ സുനി, നിന്നെ ഞങ്ങൾ പഞ്ഞിക്കിടാൻ പോവാണ്, നീ സഹകരിക്കണം. കർമ്മയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ മോളെ, നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. അത് 100% ഉറപ്പാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.